അഫ്ഗാനി സ്ത്രീകൾക്ക് ജോലി നൽകുന്നതിനെതിരെ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് താലിബാൻ. സ്ത്രീകൾക്ക് ജോലി നൽകുന്നത് നിർത്തിയില്ലെങ്കിൽ NGOകൾ അടച്ചുപൂട്ടുമെന്നാണ് താക്കീത്. സ്ത്രീവിരുദ്ധതയ്ക്ക് ഒരു പര്യായമുണ്ടെങ്കിൽ അത് താലിബാനാണെന്ന ആരോപണത്തിന് ശക്തി കൂട്ടുന്നതാണ് പുതിയ നടപടി. അഫ്ഗാനി സ്ത്രീകൾക്ക് ജോലി നൽകുന്നത് നിർത്തിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേശീയ വിദേശ സന്നദ്ധ സംഘടനകളും പൂട്ടുമെന്നാണ് താലിബാന്റെ മുന്നറിയിപ്പ്. ഉത്തരവ് അനുസരിക്കാത്ത NGOകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് എക്സിൽ പങ്കുവച്ച കത്തിൽ താലിബാൻ ധനകാര്യ മന്ത്രാലയത്തിന്റെ ഭീഷണി. അഫ്ഗാനി സ്ത്രീകൾക്ക് ജോലി നൽകരുതെന്ന് 2 വർഷം മുൻപ് താലിബാൻ NGOകളോട് നിർദ്ദേശിച്ചിരുന്നു. ശിരോവസ്ത്രം ശരിയായി ധരിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു താലിബാന്റെ നിർദ്ദേശം. സ്ത്രീകൾക്ക് മതം അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം NGOകൾ ഉറപ്പുവരുത്തുന്നില്ല എന്നതാണ് ഭരണകൂടം കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. NGOകളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ധനമന്ത്രാലയമാണ്. പുതിയ ഉത്തരവ് പാലിക്കാത്ത NGOകൾക്ക് അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് നഷ്ടപ്പെടുമെന്ന് സാമ്പത്തിക മന്ത്രാലയം ഞായറാഴ്ച രാത്രി എക്സിൽ പ്രസിദ്ധീകരിച്ച ഒരു കത്തിൽ മുന്നറിയിപ്പ് നൽകി. ദേശീയ വിദേശ സംഘടനകൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും രജിസ്ട്രേഷൻ, ഏകോപനം, നേതൃത്വം, മേൽനോട്ടം എന്നിവയുടെ ഉത്തരവാദിത്വം തങ്ങൾക്കാണെന്ന് മന്ത്രാലയം അറിയിച്ചു. അഫ്ഗാനിൽ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിക്കാൻ കഴിഞ്ഞ ദിവസം താലിബാൻ ഉത്തരവിട്ടിരുന്നു. അശ്ലീല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താലിബാന്റെ പരമോന്നത നേതാവ് അഫ്ഗാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചത്. നടപടി പാലിക്കൽ ഉറപ്പാക്കാൻ നഗരസഭാ അധികൃതരെ ചുമതലപ്പെടുത്തി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനിൽ പൊതുവിടത്തിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഗണ്യമായി കുറഞ്ഞുവെന്ന് താലിബാൻ ഉത്തരവിനോട് പ്രതികരിച്ച് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി.